എന്താ മോന്റെ പേര്? അമ്പാടി. അമ്പാടി. നമ്മുടെ യൂണിവേഴ്സിൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ മോനെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ എനർജി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓടാനും ചാടാനും എല്ലാം പറ്റുന്നത്. പക്ഷെ ഈ ഓരോ വസ്തുക്കളിൽ ഓരോ എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ തെളിയിച്ചു കേട്ടോ. ആ ഒരു വസ്തുക്കളിൽ എനർജി ഉണ്ട്, പക്ഷെ വസ്തുക്കൾക്ക് എനർജി ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ചോദിക്കും വസ്തുക്കൾക്ക് ഓടാൻ പറ്റുന്നുണ്ടോ, ചാടാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നമ്മൾക്കുള്ള എനർജി നമ്മൾ അതിലോട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചലിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയണെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഇവിടെ ഇരിക്കുകയാണ്, മോനെ കയ്യിലൊന്ന് ടച്ച് ചെയ്യാമോ? ആ ബോട്ടിലോട്ടൊന്ന് മോൻ നോക്കാമോ? ഒരു മരുന്ന് കുപ്പിയാ, അതൊന്ന് ചലിക്കുന്നതായിട്ടൊന്ന് മനസ്സ് വിചാരിക്കാമോ? ഓക്കെ, അത് ചലിക്കാൻ പറ്റുന്നോ എഴുതി നോക്ക്. ഓക്കെ, പറ്റുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഇതിന് ഇത്തിരി ഭാരം കൂടില്ല. ഭാരം കുറഞ്ഞ ഒബ്ജക്റ്റ് ആണെങ്കിൽ മോൻ അത് ചലിപ്പിക്കാൻ പറ്റും. എന്റെ എനർജി ഞാൻ മോനിലോട്ട് തരും, ആ എനർജി വെച്ച് മോൻ മനസ്സുകൊണ്ട് വിചാരിക്കണം ഈ ഒബ്ജക്റ്റ് ചലിക്കണമെന്ന്. ഇതിന്റെ വെയിറ്റ് കുറച്ചു തരാം, നോക്കട്ടെ. വെയിറ്റ് കുറഞ്ഞ ഓക്കെ, ഒരു മാർക്കർ എൻ്റെ കയ്യിലുണ്ട്. ഈ മാർക്കർ മോൻ ചലിപ്പിച്ച് വീഴ്ത്താൻ പോവുകയാണ്. ഓക്കെ, അതൊരു ശ്രമം നടത്താൻ പോവുകയാണ്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കണേ. ഓക്കെ, നമുക്കിതിവിടെ വെക്കാം. എന്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യാമോ? ഇതിലോട്ട് നോക്കാമോ? ചരിഞ്ഞ് വീരും സങ്കല്പിക്കുക. ഓക്കെ, സങ്കല്പിച്ച ഉടനെ തന്നെ ചരിഞ്ഞ് വീണ്. താങ്ക് യു.